പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, പരീക്ഷാ കാലഘട്ടം ഒരു ചൂട് കാലഘട്ടമാണ്. കഴിയാവുന്നത് നമ്മൾ ഈ ആശുപത്രി വിസിറ്റിംഗ്, ബന്ധുക്കളുടെയോ അതുപോലുള്ള ആരെങ്കിലും ആശുപത്രിയിലുണ്ടെങ്കിൽ ആശുപത്രി വിസിറ്റിംഗ് ഒഴിവാക്കുക. ആൾക്കൂട്ടത്തിലുള്ള യാത്ര ഒഴിവാക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, കോവിഡ് ഉൾപ്പെടെയുള്ള പല പകർച്ചവ്യാധികളും, ചിക്കൻ ബോക്സ് ഉൾപ്പെടെ, ചെങ്കണ്ണ് ഉൾപ്പെടെ പല പകർച്ചവ്യാധികളും നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ പരീക്ഷാക്കാലത്ത് അത് പടർന്നു പിടിച്ചാൽ നമ്മുടെ പഠനത്തെ ബാധിക്കും. ചിലപ്പോൾ ആ പരീക്ഷയുടെ ഫ്ലോ നഷ്ടമാകും. അസുഖം വന്നു എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, നമുക്ക് പിന്നീട് പരീക്ഷ എഴുതാം. പക്ഷേ ആ ഒരു ഫ്ലോ നഷ്ടമായാൽ നമ്മുടെ ആത്മവിശ്വാസത്തെ കുറക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയാവുന്നതും പരീക്ഷ അടുക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് നമ്മളുടെ ആശുപത്രി വിസിറ്റിംഗ്, അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ പോക്ക്, മാർക്കറ്റുകളിൽ പോക്ക് ഒക്കെ പരമാവധി റെഡ്യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുന്ന ഭക്ഷണം ഒഴിവാക്കുക. പരീക്ഷ കഴിയുന്നവരെ കഴിയാവുന്ന നിങ്ങൾ ആ വിവാഹം അല്ലെങ്കിൽ വീട് താമസം പോലുള്ള ചടങ്ങുകൾക്ക് പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാറ്ററിംഗ് ഫുഡുകൾ, കാരണം അതിൻ്റെ രുചിക്ക് വേണ്ടി അതിലടങ്ങിയിരിക്കുന്ന അജിനോമോട്ടോ അഥവാ മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റ് നിങ്ങൾക്ക് തളർച്ച ഉണ്ടാക്കും. ആ തളർച്ച പരോക്ഷമായി പഠനത്തെയും നമ്മുടെ ഓർമ്മയെയും ബാധിക്കുന്നുണ്ട്. കഴിയാവുന്ന ഈ ആവശ്യങ്ങൾക്ക് പോയാൽ നിങ്ങൾ വീട്ടിൽ വന്ന് പരീക്ഷ കഴിയുന്നവരെ ഭക്ഷണം കഴിക്കുക. പിന്നെ ഊർജ്ജം നഷ്ടപ്പെടുത്തുന്ന ഭക്ഷണം അത് ഒഴിവാക്കുക. അതായത് അൽഫാം, ഷവർമ, അങ്ങനത്തെ ഊർജ്ജം നഷ്ടമാകുന്ന ഭക്ഷണം. ഈ പരീക്ഷാക്കാലത്ത് കഴിയാവുന്ന നല്ല ഫ്രൂട്ട്സുകൾ, നല്ല പച്ചക്കറികൾ ഇതെല്ലാം കഴിക്കുക. ശരിയായിട്ട് വെള്ളം കുടിക്കുക. പരീക്ഷാക്കാലത്ത് ശരിയായ വെള്ളം, കാരണം യൂറിനറി ഇൻഫെക്ഷൻ ഒരു പരിധിവരെ നമുക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാക്കും. അതുകൊണ്ട് ശരിയായ വെള്ളം കുടിക്കുക. അപ്പോൾ ആ കാര്യത്തിൽ ഭക്ഷണകാര്യം ചിട്ടപ്പെടുത്തണം. 2, ഉറക്കം. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 6.5 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉറങ്ങുമ്പോഴാണ് നമ്മളുടെ മെമ്മറിയിലെ ഓരോ ഭാഗവും വർക്ക് ചെയ്യുന്നത്. ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി, അത്തരം ഘടകങ്ങൾ കൃത്യമായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓരോരോ അറകളിൽ ശേഖരിക്കപ്പെടുന്നത് നമ്മുടെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഉറക്കം സുഖകരമാക്കാൻ ശ്രമിക്കുക, അത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ പരീക്ഷയുടെ ഓരോ ഭാഗങ്ങൾ, അതായത് ഉറക്കത്തിലേക്ക് പോകുന്നതിന് 30 മിനിറ്റ് മുമ്പും ഉണർന്ന് 30 മിനിറ്റും നമ്മളുടെ പ്ലാറ്റിനം 30 എന്നാണ് ഗവേഷകർ പറയുന്നത്. പ്ലാറ്റിനം 30. അപ്പം നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ആദിയോടോ വ്യാധിയോടോ കൂടിയോ പരീക്ഷാ ടെൻഷനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് നിരാശകരമായ കാര്യങ്ങളെക്കുറിച്ചോ ഓർത്ത് ഉറക്കത്തിലേക്ക് പോകരുത്. നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ പരീക്ഷ എഴുതുന്നു, നല്ല രീതിയിൽ പരീക്ഷ റിസൾട്ട് വരുന്നു, എനിക്കത് സാധിക്കുമെന്ന ചിന്തയോടുകൂടി ആ ഉറക്കത്തിന് 30 മിനിറ്റ് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാധിക്കുമ്പോൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അനാവശ്യമായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്, ഉണരുമ്പോൾ നമ്മൾ നെഗറ്റീവ് മൂഡോടുകൂടിയായിരിക്കും നമ്മൾ ഉണരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാറ്റിനം 30 എന്ന് പറയുന്ന ഉറക്കത്തിന് മുമ്പുള്ള 30 മിനിറ്റ് കാര്യക്ഷമമായി പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥനയോടുകൂടി ഉറങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക.